അധ്യായം 87 അൽ അഅല. അവതരണം മക്കയിൽ. സൂക്തങ്ങൾ 19. ഒന്നാം സൂക്തത്തിലെ അത്യുന്നതൻ എന്നർത്ഥമുള്ള അൽ അഅല എന്നതു തന്നെയാണ് അധ്യായത്തിന്റെ നാമമായി സ്വീകരിച്ചത്. മക്കാ ജീവിതത്തിന്റെ ആദ്യഘട്ടത്തിൽ അവതീർണമായി. പ്രധാനമായും 3 പ്രമേയങ്ങൾ സമർപ്പിക്കുന്നു: ഏകദേവത്വവും, പ്രവാചകന്റെ മാർഗദർശനവും, പരലോകവും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അത്യുന്നതനായ നിന്റെ നാഥന്റെ നാമം കീർത്തിക്കുക. അവനോ സൃഷ്ടിച്ച് സന്തുലിതമാക്കിയവൻ, ക്രമീകരിച്ച് നേർവഴി കാണിച്ചവൻ, മേച്ചിൽ പുറങ്ങൾ ഒരുക്കിയവൻ. എന്നിട്ടവനതിനെ ഉണങ്ങിക്കരിഞ്ഞ ചവറാക്കി. നിനക്ക് നാം ഓതിത്തരും, നീ അത് മറക്കുകയില്ല. അല്ലാഹു ഇച്ഛിച്ചതൊഴികെ പരസ്യവും രഹസ്യവും അവൻ അറിയുന്നു. എളുപ്പമായ വഴി നിനക്ക് നാം ഒരുക്കിത്തരാം. അതിനാൽ നീ ഉദ്ബോധിപ്പിക്കുക, ഉദ്ബോധനം ഉപകരിക്കുമെങ്കിൽ. ദൈവഭയമുള്ളവൻ ഉദ്ബോധനം ഉൾക്കൊള്ളും. കൊടിയ നിർഭാഗ്യവാൻ അതിൽ നിന്ന് അകലുകയും ചെയ്യും. അവനോ കഠിനമായ നരകത്തീയിൽ കിടന്നെരിയുന്നവൻ. പിന്നീട് അവൻ അതിൽ മരിക്കുകയില്ല, ജീവിക്കുകയുമില്ല. തീർച്ചയായും വിശുദ്ധി വരിച്ചവൻ വിജയിച്ചു. അവൻ തന്റെ നാഥന്റെ നാമമോർത്തു, അങ്ങനെ അവൻ നമസ്കരിച്ചു. എന്നാൽ നിങ്ങൾ ഈ ലോകജീവിതത്തിനാണ് പ്രാമുഖ്യം നൽകുന്നത്. പരലോകമാണ് ഏറ്റവും ഉത്തമവും ഏറെ ശാശ്വതവും. സംശയം വേണ്ട, ഇത് പൂർവവേദങ്ങളിലുമുണ്ട്, അഥവാ ഇബ്രാഹീമിന്റെയും മൂസായുടെയും ഗ്രന്ഥത്താളുകളിൽ.